ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാര്യമാർക്ക് ഒരുക്കം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഭാര്യമാർക്ക് ഒരുക്കം ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആരും നെറ്റി വിളിക്കണ്ട. ഭർത്താക്കന്മാർക്കും ഒരുക്കം ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ട്. പലരും വിചാരിക്കുന്നത് ഇതെന്തോ ഇയാളെ ചോദിക്കുന്നത്, ഭാര്യമാർക്ക് ഒരുക്കം ആവശ്യമുണ്ട്, എന്തതിനാ അവരോട് ഒരുങ്ങുന്നത്? ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നവരെല്ലാം കൂടെ ഒരുങ്ങുന്ന എന്തിനാ? ഇയാൾ എന്തോ ഈ പറയുന്നത് ഇതൊക്കെ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവാം. ശരി, നിങ്ങളുടെ ചിന്ത അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എങ്കിലും നമുക്ക് ഈ കാര്യത്തെ പറ്റി ഒന്ന് ഒരു വിശകലനം നടത്തി നോക്കാം. അന്നേരം അതിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത് ശരിയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, തെറ്റാണെങ്കിൽ നമുക്ക് നിരാകരിക്കാം. രണ്ടും ആവാമല്ലോ. സ്വല്പ സമയം നിങ്ങൾ ഈ വിശകലനത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നതാരാ? നിങ്ങളെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നതാരാ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് സിനിമാ നടിമാരാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത്. സിനിമാ നടികളാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ സിനിമയിൽ അവർക്ക് ഗ്ലാമർ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഗ്ലാമർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുങ്ങുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിക്കാം പിന്നെ നടന്മാർ ഒരുങ്ങുന്നില്ല. തീർച്ചയായിട്ടും അവർ ഒരുങ്ങുന്നുണ്ട്. നടന്മാർ കണ്ണെഴുതുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പുരികം വരയ്ക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്, പുരികം പ്ലക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എനിക്ക് ആ കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് തോന്നില്ലല്ലോ. സിനിമ നടിമാരെ സംബന്ധിച്ചാണെങ്കിൽ അവര് ഓരോ ടേക്ക് കഴിയുമ്പോഴും വീണ്ടും ഒരുങ്ങും. ചിലപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരുങ്ങും. മുടി ശരിയാണെന്ന് 1 മിനിറ്റ് തന്നെ 2 പ്രാവശ്യം നോക്കി വരാം. അതുപോലെ തന്നെ പൗഡർ ടച്ചപ്പ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. ഈ രീതിയിലാണ് ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ നമ്മൾ സിനിമയിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെയുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളും, ക്യാമറ ഫേസുള്ള ഏത് സ്ത്രീകളും, സിനിമ അഭിനയം എന്ന് പറഞ്ഞ കല വേറെയാണ്, പക്ഷെ സൗന്ദര്യം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും യോഗ്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ഓരോരുത്തരും എത്ര പ്രാവശ്യം ഒരുങ്ങുന്നുണ്ട് ഒരു ദിവസം എന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങള് വീട്ടമ്മമാരെന്ന് പറയുന്നവർ മിക്കവാറും ഒരു ദിവസം ഒരുങ്ങാറേ ഇല്ല. അവർ കുളിക്കുമ്പോൾ പോലും ഒരുങ്ങാത്തവരാണ് കൂടുതലും എണ്ണത്തിൽ. ഒരുങ്ങാറേ ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ജോലിയാണ്, ജോലി 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 ജോലി. നിങ്ങൾക്ക് ഒരുക്കം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. പിന്നെ ഒരുങ്ങുന്ന എപ്പോഴാ? ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ ഒരു നിശ്ചയത്തിന് പോകുമ്പോഴോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ ഒരുങ്ങുന്നത്. അത് മാത്രം മതിയോ എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേ, ഒരു ഭാര്യ ഒരു ഭർത്താവ്, എവിടെയോ കിടന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകള്, എവിടെയോ കിടന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകൻ, ഇവർ പരസ്പരം കാണുന്നു. ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവര് കല്യാണം തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ കല്യാണത്തിലേക്ക് വരുന്നു. അപ്പം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ചില സ്ത്രീകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്തായാലും ഞാൻ അവന്റെ തോളയിലായി, ഇനി അവൻ വേണമെങ്കിൽ നോക്കട്ടെ എന്നുള്ള ചിന്താഗതിയാണ്. അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാകാം, എന്തായാലും അവളെ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ അവള് നോക്കട്ടെ എന്റെ കാര്യങ്ങളെല്ലാം, ഏത് സാഹചര്യത്തിലും എന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവള് ബാധ്യസ്ഥയാണ്. അതുപോലെ ഭാര്യ വിചാരിക്കും, ഞാൻ ഏത് പരുവത്തിൽ കിടന്നാലും അയാൾ ഇല്ല. പണ്ട് ജഗദീശ്വരിമാർ സിനിമയിൽ പറയുന്നല്ലോ, ഞാൻ ഏത് പരുവത്തിൽ വന്നാലും എന്നെ വീട്ടിലെത്തിച്ചേക്കാൻ പറഞ്ഞ് താളോട്ട സിനിമയ്ക്കകത്ത് ജഗദീശ്വരിമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാര് വിചാരിക്കും, ഞാൻ ഏത് പരുവത്തി ആയാലും അയാൾ എന്നെ നോക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു ചിന്താഗതി വെച്ച് കൊടുക്കുന്നവരാ വളരെ കൂടുതൽ ആൾക്കാർ. അതത്ര ശരിയായ കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് എപ്പോഴും കപ്പിൾസ് ആണെങ്കിലും 2 വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരും 2 വ്യക്തികളാണ്, രണ്ടുപേരും 2 വ്യക്തിത്വങ്ങളാണ്. അപ്പൊ കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല, 2ആണ്. രണ്ടുപേരും ആഹാരം കഴിച്ചാലേ അവരുടെ വയറിന് വിശപ്പ് മാറത്തുള്ളൂ. രണ്ടുപേരും ദാഹം വരുമ്പോൾ 2ആയിട്ട് വെള്ളം കുടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്, ഇനി നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയാൻ കൊള്ളാം, സാഹിത്യത്തിൽ പറയാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായി അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് കണ്ടെത്തുന്നിടം തൊട്ട് തന്നെ അവരൊരു പ്രണയത്തിലാവുക യഥാർത്ഥം ചെയ്യുന്നത്. ഒരു പ്രണയത്തിലാവുക. ചില ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായ പ്രണയമായിരിക്കും, കാമുകന്മാർ പ്രണയിക്കുന്ന പോലുള്ള പ്രണയമായിരിക്കും. പക്ഷെ ഈ പ്രണയം എല്ലാ കാലത്തും നിലനിൽക്കുമോ? അങ്ങനെ നിലനിൽക്കുന്ന ഒരു ദാമ്പത്യ ജീവിതവും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരും ഇല്ലെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ചിലർ തങ്ങളിലുള്ള ഒരു പ്രണയം ഒരു 5 വർഷം നിലനിൽക്കും, ചിലർ ഒരു 8 വർഷം നിൽക്കാം,
ചിലപ്പോൾ ഒരു 10-12 വർഷം നിൽക്കാം. പരമാവധി ഈ പ്രണയം പോകുന്നത് ഏതാണ്ട് 20 വർഷം ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരുടെയും പ്രണയം അവിടെ തീരുമെന്നാണ് പറയുന്നത്. എക്സെപ്ഷണൽ കേസ് ഉണ്ടായേക്കാം, അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒരു സംഭവമാണ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അവരുടെ പ്രണയമാണ്. അപ്പൊ അത് നിലനിർത്താം, മാക്സിമം നിലനിർത്തുക. അത് നിലനിർത്താൻ എന്താവശ്യം? അത് നിലനിർത്താൻ സൗന്ദര്യവും ഒരു ഘടകമാണ്. മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യ ആരാധകരായിട്ടുള്ള ജീവികൾ. ആലോചിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ സൗന്ദര്യ ആരാധകരായിട്ടുള്ള ജീവികൾ ആരാ? മനുഷ്യരാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സിംഹത്തിനോ പുലിക്കോ കാണും മുടി ചീപ്പിയോ അല്ലെങ്കിൽ പൗഡർ ഇടിയോ അല്ലെങ്കിൽ പൊട്ടിടിയോ എന്തെങ്കിലും വേണം. കോഴി, മയില്, ഏത് ജീവജാലത്തെ എടുത്തു നോക്കും, അവർക്കെല്ലാം ജന്മസിദ്ധമായി കിട്ടുന്ന സൗന്ദര്യം അവർക്കുണ്ട്. കടുവയെ കാണാൻ നല്ല ഭംഗിയല്ലേ, ജിറാഫിനെ കാണാൻ എന്ത് രസമാണ്, അതിന്റെ തൊലിയെ കാണാൻ. പക്ഷെ ഇതെല്ലാം ജന്മസിദ്ധമായിട്ട് കിട്ടുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഈ ജീവജാലങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നില്ല. അവർക്കത് അറിഞ്ഞും കൂടെ. ഇനി അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാത്താന്നോ അറിഞ്ഞൂടാത്താന്നോ അത് വേറെ കാര്യമാണ്. അപ്പം അവരാരും ഒരുങ്ങാറില്ല. അതേസമയം മനുഷ്യന്റെ അന്തർലീനമായ ഒരു സ്വഭാവമാണ്, മനുഷ്യന്റെ അന്തർലീനമായ ഒരു ചിന്തയാണ് ഈ സൗന്ദര്യബോധം എന്നുള്ളത്. ചിലര് വിചാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് പണി ചെയ്യുന്നുണ്ട്, ഭയങ്കരമായ അധ്വാനമാണ്, അതുകൊണ്ട് ഞാൻ ഏത് പരുവത്തിൽ ഇരുന്നാലും എൻ്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടോളൂ. ഭർത്താവ് വിചാരിക്കും ഞാൻ കഷ്ടപ്പെടുന്നു, അവർക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഭാര്യ എന്നെ ഇഷ്ടപ്പെട്ടോളൂ എന്നൊക്കെ സങ്കല്പിക്കും. പക്ഷെ ഇത് എല്ലാവരുടെ കാര്യത്തിലും ശരിയാവണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത് മനുഷ്യജീവികളിൽ മാത്രമുള്ള ഒരു 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 വികാരമാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്. അപ്പൊ അത് തന്നെ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വൃത്തി, സൗന്ദര്യം മുതലായവ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്, ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ട്. ഇത് മനസ്സിലാക്കി വേണം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പെരുമാറാൻ. അങ്ങനെ അതിലൂടെയാണ് അവർക്ക് അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്. നമ്മള് ഒരു കാര്യം അറിയാവുന്നുണ്ടല്ലോ, മരണം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. മരണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പറയും ഞാൻ 5 വർഷം കഴിയുമ്പോൾ ഇന്നെ ചെയ്യാൻ പോയി, 2 വർഷം കഴിയുമ്പോൾ ഇത് ചെയ്യും, അല്ലെങ്കിൽ 3 മാസത്തിനകം ഇത് ചെയ്യും, 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, 15 വർഷം കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. ഇതിന് ആർക്കെങ്കിലും ഉറപ്പ് കൊടുക്കാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. ആർക്കും അത് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ജീവിച്ചിരുന്നാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അയാൾ ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിന് ഉറപ്പുണ്ടോ? ജീവിച്ചിരിക്കും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെന്തുവാ, ഞാൻ നാളെ ജീവിച്ചിരിക്കത്തില്ല എന്നും പറഞ്ഞ് യാതൊരു കണക്കൂട്ടലും ഇല്ലാതെ നീങ്ങാൻ പറ്റുമോ? അത് വെറും അർത്ഥരഹിതമായിട്ടുള്ള ജീവിതമായി പോകത്തില്ലേ? അപ്പൊ കണക്കൂട്ടലുകൾ ഉണ്ടാക്കണം, പക്ഷെ അത് നടക്കാതിരിക്കാനുള്ള സാധ്യതയും കൂടെ നമ്മൾ അതിനോടൊപ്പം കാണേണ്ടതായിട്ടുണ്ട്. ഒരാളുടെ മരണം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ഒരാൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. പല ആളിലും പല പല കണക്കൂട്ടലുണ്ട്. 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇത് ചെയ്യും, 5 വർഷം കഴിയുമ്പോൾ ഇത് ചെയ്യും, 10 വർഷം കഴിയുമ്പോൾ ഇത് ചെയ്യും, 20 വർഷം കഴിയുമ്പോൾ മറ്റേത് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ ഇതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അവനറിയാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ അവൻ ഇങ്ങനെ കണക്കൂട്ടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അന്നേരം പിന്നെ എന്തിനാ കണക്കൂട്ടുന്നത്? അത് നമുക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്, നാളെ എന്താ സംഭവിക്കുന്നത് അറിഞ്ഞിടത്തുണ്ടോ? നമ്മൾ പിന്നെ കണക്കൂട്ടുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ നാളെ മരിക്കാം അല്ലെങ്കിൽ മരിക്കാതിരിക്കാം, രണ്ടുമില്ലേ. അപ്പൊ നമ്മൾ മരിക്കത്തില്ലെന്നുള്ള രീതിയിൽ കണക്കൂട്ടിയല്ലേ നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവാം, അല്ലേ? ജീവിതത്തിന് ഉറപ്പില്ല. അപ്പൊ മരണം എപ്പോഴോ സംഭവിച്ചോട്ട് അതൊരു പ്രശ്നമല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമ്മൾ എങ്ങനെ വളരെ സന്തോഷമായിട്ടും പിന്നെ മറ്റ് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ പരസ്പരം ആകൃഷ്ടരായും അവർ സ്നേഹിച്ചും എങ്ങനെ കഴിയാം എന്നുള്ള ഒരു കാര്യമാണല്ലോ പ്രധാനം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ആലോചിക്കേണ്ടതായി വരും, കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തുവാ? ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്, നമുക്കിപ്പം ഒരാളിനൊരു കോമ്പലുണ്ടെങ്കിൽ ഈ മുൻപിലായിരിക്കുമല്ലോ കോമ്പലുണ്ടാകുന്നത്, തള്ളിയ പല്ല്. അപ്പൊ അവിടെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ചുണ്ടിന്റെ ഇടയ്ക്ക് കൂടെ പല്ലുകൾ പുറത്തോട്ട് കാണും. അപ്പൊ എന്തുവാ, ഒരു വൃത്തികേടായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ആഹാരം കഴിക്കാനാണ് ഈ പല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന പല്ല് ഏതാ? അത് ഉൾഭാഗത്തെ പല്ലുകൾ വെച്ചാ കടവായിലെ പല്ലെന്ന് പറയും. കടവായിലെ പല്ല് വെച്ചാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പം മുമ്പിലോട്ടുള്ള പല്ല്
മറ്റു തരത്തിലുള്ള ശല്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആഹാരം കഴിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണെങ്കിൽ ഈ കോമ്പല് മാറ്റേണ്ട കാര്യമില്ല. കൂട്ടിത്തട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ ഇല്ലാത്തവരും അത് പിടിച്ചു കെട്ടാനും ആ പല്ല് നിരപ്പായിട്ട് കട്ട് ചെയ്യാനും ഓർത്തഡോൺടി ട്രീറ്റ്മെന്റ് നടത്താനും ഒക്കെ പോകാറില്ലേ? എന്താ കാരണം? അവരുടെ സൗന്ദര്യബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശിക്കുന്നുണ്ടാണ്. ഇപ്പം കണ്ണിന്റെ കാഴ്ചശക്തിക്ക് കുറച്ച് കുഴപ്പമുള്ള ഒരാൾ, അയാൾ ഒരു സ്പെക്സ് തിരഞ്ഞെടുക്കാനായിട്ട് പോകും. അപ്പൊ എന്താ, ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന അതേ കറക്റ്റായിട്ടുള്ള ലെൻസ് എടുത്ത് ഏതെങ്കിലും ഒരു ഫ്രെയിമിനകത്ത് ഫിറ്റ് ചെയ്താൽ പോരെ? അയാൾക്ക് കണ്ണ് കാണാൻ ഏത് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്താലും മിക്കവാറും കാഴ്ചശക്തിക്ക് വ്യത്യാസം വരാൻ സാധ്യതയില്ല. കാരണം എഴുതി കൊടുക്കുന്ന പോയിന്റ് അനുസരിച്ചുള്ള ലെൻസ് ആയിരിക്കും അതിനകത്ത്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഒരു 50 കണ്ണാടിയെങ്കിലും മുഖത്ത് വെച്ച് നോക്കി ഏതാണ് കൂടുതൽ ശരിയായിട്ട് ചേരുന്നതെന്ന് നോക്കിയതിന് ശേഷമല്ലേ എടുക്കുന്നത്. അപ്പം സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് ഇല്ലാത്തത്? ഒരു കമ്മലെടുക്കുന്ന ഒരാൾ, കമ്മലെടുക്കുമ്പോൾ അത് പല പല കമ്മലുകൾ എടുത്ത് നോക്കി എടുത്ത് എൻ്റെ മുഖത്തിന് ചേരുന്ന 100 വട്ടം കണ്ണാടി നോക്കിയിട്ടൊക്കെ ഒരു കമ്മൽ പോലും എടുക്കുന്നത്. ഈവൻ ഒരു മോതിരം പോലും കയ്യിലിട്ട് നോക്കി കൊള്ളാകി മാത്രമാണ് എടുക്കുന്നത്. ഏത് കാര്യം എടുത്താലും അങ്ങനെ തന്നെ. അപ്പൊ ഈ സൗന്ദര്യബോധം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഈ പറയപ്പെടുന്നതിനൊക്കെ ഏറ്റവും പ്രധാനമല്ലേ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നവർ അവർ പരസ്പരം ഇഷ്ടക്കാരായി മാറാൻ, വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ആ കാര്യത്തിൽ പല ഘടകങ്ങളുണ്ടെങ്കിൽ അതിലൊരു പ്രധാന ഘടകമല്ലേ ഇത്, ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത്. അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പം പ്രധാനമായിട്ട് പറഞ്ഞത് ഭാര്യമാർ ഒരുങ്ങേണ്ടതുണ്ടെന്ന്. ഭാര്യമാരുടെ ഏറ്റവും വലിയ ചിന്ത എന്തുവാ? ഏറ്റവും വലിയ ആഗ്രഹം എന്തുമായിരിക്കും? തൻ്റെ ഭർത്താവ് തന്നോട് നല്ല സ്നേഹമുള്ളവനായിരിക്കണം, തൻ്റെ ഭർത്താവ് തന്നോട് നല്ല കരുതലുള്ള ആളായിരിക്കണം, തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, തൻ്റെ ഭർത്താവ് തന്നെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം. ഇത്തരം കാര്യങ്ങളായിരിക്കും. അതുപോലെ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കുന്ന ആളായിരിക്കണം. അതാണ് മനസ്സിലാക്കുന്ന ആദ്യം പറഞ്ഞാൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയാണ് ഭാര്യമാർ കൂടുതലും വെച്ച് പുറത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഭാര്യമാർ എന്താ ചെയ്യേണ്ടത്? അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഭാവത്തിലും എല്ലാം അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കൂടെ നിലനിർത്താൻ ശ്രമിക്കുക. ഭർത്താവിനോടുള്ള സമീപനത്തിൽ ഒരു ക്വാളിറ്റി നിലനിർത്താൻ ശ്രമിക്കുക. ആ ക്വാളിറ്റി വരുന്നല്ലേ ഈ ഒരുക്കവും വൃത്തിയും. ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ. നമ്മൾ മലയാളത്തിൽ പറയും ഏറ്റവും അടുപ്പം വൈരസ്യം. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാകുമ്പോൾ എന്ത് സംഭവിക്കും? തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അകന്നിരിക്കുന്ന ഭാര്യ, അകന്നിരിക്കുന്ന ഭർത്താവ്, അവർ പരസ്പരം തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ ഈ ഏറ്റവും അടുപ്പം വൈരസ്യം, ഏറ്റവും അടുത്ത് പെരുമാറുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം കൊണ്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അതിലെന്താ തെറ്റ്? തീർച്ചയായിട്ടും അത് ശരിയല്ലേ? എന്താ കാര്യം? കാരണം എന്താന്ന് വെച്ചാൽ ഭാര്യ എവിടെയോ കിടന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും മകള്, ഭർത്താവ് മറ്റൊരിടത്ത് കിടന്ന അച്ഛന്റെയും അമ്മയുടെയും മകൻ. സ്വാഭാവികമായിട്ടും ഈ അച്ഛനമ്മമാർക്ക് രണ്ടുപേർക്കും, രണ്ട് ജോഡികൾക്കും ഒരേ സ്വഭാവമായിരിക്കണം എന്നില്ലല്ലോ. അതിനുള്ള ചാൻസേ ഇല്ലല്ലോ, വളരെ വളരെ കുറവായിരിക്കും അതില്ലേ. അപ്പൊ സിമിലാരിറ്റി അവിടെ വരുന്നില്ല. രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാവാം, മറ്റൊരാളുടെ തെറ്റ് വേറൊരാളുടെ ശരിയാവാം. തീർച്ചയായിട്ടും ഇവർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനൊരു തെറ്റുമില്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് ശകാരവും പഴക്കവും അല്ലാത്ത ആർഗ്യുമെന്റുകളാവാം. അതിന് ഒരാൾ ഇന്നതുകൊണ്ട് ശരിയെന്ന് ഭാര്യയ്ക്ക് പറയാം, ഭർത്താവ് പറയാം അതുകൊണ്ടല്ല, ഇതുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് പരസ്പരം സമ്മതിച്ചു കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോഴും ഭർത്താക്കന്മാരെ അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഭാര്യമാര് ഭർത്താക്കന്മാരെ അംഗീകരിക്കാൻ തയ്യാറായി കാണുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് കൂടുതലും ഉള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ നമ്മൾ ആലോചിച്ച, പ്രധാനമായും പല അമ്മമാരും, ഭർത്താക്കന്മാരുടെ അമ്മമാര് അവരെ പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുക ചെയ്യുന്നത്. കുട്ടിക്കാലം തൊട്ടേ ഇവരിലേക്ക് ഫീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഭാര്യമാരെ നിലയ്ക്ക് നിർത്തണം, അങ്ങനെയുള്ളവരാണ് ആണ്. ഭാര്യമാരുടെ വാക്ക് കേൾക്കുന്നവൻ നട്ടലില്ലാത്തവനാണ്. എന്തോ നട്ടലില്ലെങ്കിൽ അവൻ നടക്കാൻ പറ്റൂ. അപ്പൊ ഈ തെറ്റായ കാര്യം ആ കുട്ടിക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവൻ വളർന്ന ഒരു ഭർത്താവുമ്പോൾ അവന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഭാര്യ പറയുന്നത് കേട്ട് നടക്കുന്ന നട്ടലില്ലാത്തവനാന്ന് പറഞ്ഞാൽ നട്ടലില്ലാത്തല്ല അല്ലല്ലോ അവൻ നടക്കുകയും പോയി വരികയും ചെയ്യുന്നത്.
നട്ടിലില്ലാത്ത ഒരുത്തി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പോവുകയും വരാൻ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അമ്മ പറഞ്ഞ പൂർണ്ണമായിട്ടും തെറ്റാന്ന് മനസ്സിലാക്കാൻ ആ ഭർത്താവിന് കഴിഞ്ഞാൽ മതി, ആ മകനായ ഭർത്താവിന് കഴിഞ്ഞാൽ മതി. പക്ഷെ അത് പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ തരത്തിൽ കുട്ടിക്കാലം തൊട്ടേ ഫീഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, ഭാര്യ പറയുന്നത് എത്ര ശരിയായാലും അംഗീകരിക്കാത്ത ഭർത്താക്കന്മാരും, ഭർത്താക്കന്മാർ പറയുന്ന ശരിയായാൽ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഭാര്യമാരും ഉണ്ടാവും. എന്നിട്ട് എന്ത് സംഭവിക്കും? രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ റെയിൽവേ പാളം പോലെ പോകും, എങ്ങും കൂട്ടിമുട്ടത്തില്ല. അപ്പൊ ഇവര് അവരുടെ ഭാഗമാണ് ശരിയെന്ന് സമർത്ഥിക്കാനായിട്ട് ശക്തമായ വാക്കുകൾ ഉപയോഗിക്കും. അവരുടെ ഫ്രീക്വൻസി മാറും, അവരുടെ മോഡുലേഷൻ മാറും, അവരുടെ വേവ് ലെങ്ത്, സംസാരത്തിന്റെ വേവ് ലെങ്ത് മാറും. ഇതൊക്കെ മാറി വരുമ്പോൾ എന്ത് സംഭവിക്കും? പരസ്പരം വഴക്കിന്റെ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എന്താ ചെയ്യുന്നത്? രണ്ടുപേരും കൂടെ തുല്യമായിട്ട് ആ സംസാരം കുറെ സമയത്തൊക്കെ നിർത്തിവെച്ചാൽ മതി. അതല്ലെങ്കിൽ അതിശക്തമായ ദേഷ്യം വരുന്ന ഒരാളുടെ ദേഷ്യം പെട്ടെന്ന് ഇല്ലാതാവാൻ അവര് കണ്ണാടി നോക്കിയാൽ മതി. കണ്ണാടി നോക്കിയാൽ തന്നെ അവരുടെ ആ ദേഷ്യം, ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാണുന്ന അവന്റെ മുഖമായിരിക്കും. അപ്പൊ കണ്ണാടി നോക്കുമ്പോൾ അവന് പെട്ടെന്ന് അവന്റെ മൂഡ് മാറും. അവള് കണ്ണാടി നോക്കുമ്പോൾ അവളെ മൂഡ് മാറും. അങ്ങനെ കുറെ സമയം അറ്റ്ലീസ്റ്റ് ഇപ്പൊ കണ്ണാടി നോക്കിയില്ലെങ്കിൽ കുറെ സമയം സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും മാനസികമായിട്ടുള്ള ഒരു പക്വത വീണ്ടെടുക്കാൻ പറ്റും. ഭാര്യ വിചാരിക്കും, ഭർത്താവ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്, പക്ഷെ ഞാനത് ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേ കാര്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ കാര്യം അംഗീകരിക്കണ്ടായിരുന്നു തോന്നും. ഭർത്താവിനും അതുപോലെ തന്നെ തോന്നും. അയാൾ ഇരുമ്പോലൊക്കെ ഒന്നും അല്ലല്ലോ, അയാൾക്ക് തോന്നും അവളോട് ഞാൻ തന്നെ റാഷായിട്ട് സംസാരിക്കണ്ടായിരുന്നു, അത് അബദ്ധമായിപ്പോയി, അത്രയും പറയാൻ വേണ്ടി അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ രണ്ടുപേർക്കും ഒരു ചെറിയ കുറ്റബോധം വരുമ്പോൾ അത് കഴിഞ്ഞ് സംസാരിക്കാൻ എന്ത് സംഭവിക്കും? അവർ സ്നേഹത്തിന്റെ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ അന്നേരം അവർ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം പിന്നീട് ആവർത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അത്യപൂർവമായിട്ട് ഓർക്കാതെ വന്നെങ്കിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? അവർക്ക് കൂടുതൽ അടുക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ബോധവാന്മാരായിട്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കള് അല്ലെങ്കിൽ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഭാര്യമാരടുത്ത് പറഞ്ഞു കൊടുക്കും, അവനെ നീ നിലയ്ക്ക് നിർത്തണമെന്നൊക്കെ ഭാര്യമാരടുത്ത് സ്വന്തം തള്ളമാർ പറഞ്ഞു കൊടുക്കും. അവനെ നിലയ്ക്ക് നിർത്താൻ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാന്നൊക്കെ പറയും. നിലയ്ക്ക് നിർത്താൻ അങ്ങോട്ട് ചെല്ലാൻ പറയും, അയാൾ നിലയ്ക്ക് നിന്ന് തരാൻ പോയ. എന്തൊരു മണ്ടത്തരം അതൊക്കെ പറയുന്നത്, ഏറ്റവും തെറ്റായ കാര്യങ്ങൾ അതൊക്കെ. ഈ ഭാര്യയുടെ തള്ളമാര് പലരും ഭാര്യമാരെ വഴിതെറ്റിക്കാൻ വളരെ കൂടുതൽ പങ്കുവഹിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. അത് കേട്ട് ഒരിക്കലും ഭാര്യമാര് ഭർത്താക്കന്മാരോട് മോശമായിട്ട് പെരുമാറുകയും അയാളെ വരച്ച വരെ നിർത്താൻ ശ്രമിക്കുക, നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുക, പിന്നെ തന്റെ അഭിപ്രായങ്ങൾ മാത്രം കേട്ട് പെരുമാറണം അല്ലെ അങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർബന്ധിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഭാര്യമാര് ചെയ്യേണ്ട. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാര്യമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് അമ്മ പറയുന്ന കേട്ട് അനാവശ്യമായിട്ട് ഭാര്യയെ നിയന്ത്രിക്കാനും അവളെ ശകാരിക്കാനും മറ്റുള്ളവരെ ഉപയോഗിച്ച് ആക്ഷേപിക്കാനും ഒക്കെ നിന്നാൽ മാത്രമേ ഞാൻ യഥാർത്ഥ ഭർത്താവാകത്തുള്ളൂ. തെറ്റായ ചിന്താഗതി പരിപൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് ശരിയായിട്ടുള്ളത്, കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക. ഭാര്യ പറയുന്ന ശരിയായിട്ടുള്ള അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ മടി കാണിക്കാതിരിക്കുക. അവളെ സ്നേഹത്തോടുകൂടി സംബോധിക്കുക, സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യുക, സ്നേഹത്തോടുകൂടി പെരുമാറുക. അതുപോലെ പറയുന്ന വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുക. രണ്ടു കൂട്ടരും പറയുന്ന വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുക. പറയുന്ന വാക്കുകൾ പാലിക്കാൻ പറ്റാതെ പോകുന്ന സന്ദർഭങ്ങളിൽ അത് എന്തുകൊണ്ടാണെന്ന് പരസ്പരം വിലയിരുത്തുകയും പരസ്പരം അത്തരം അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്യുക. പറയുന്ന കാര്യങ്ങളോട് സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യാഭർത്താക്കന്മാർക്ക് കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അത് അവരെ പ്രാപ്തരാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ പ്രാപ്തരാക്കുന്നതിലും പരസ്പരം സ്നേഹിക്കുന്നതിലും പ്രണയം നിലനിർത്തുന്നതിലും ഭാര്യാഭർത്താക്കന്മാരെന്നുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിലും ഒരു 10 കാര്യങ്ങൾ പ്രധാനമാണെങ്കിൽ അതിലൊരു കാര്യം ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരുക്കവും കൂടാണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്.